നിങ്ങളുടെ ബെഡ്റൂമിനകത്തൊരു മൂർഖനുണ്ട്, എവിടെയാണെന്ന് അറിയത്തില്ല, കിടന്നുറങ്ങും അതിനകത്ത്. ഫാമിലിയിൽ പല ആൾക്കാർക്കും ക്യാൻസർ വന്നിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ആ ജീനുണ്ട്, പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മൂർഖനെ ഇറക്കി വിടുന്നത് സാധാരണ കിടന്നുറങ്ങാലോ. പണ്ട് നമ്മളെല്ലാം ജനറലൈസ് ചെയ്യും, അവൻ അവിടെ വെള്ളം അടിച്ച് നടന്നിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ല, അല്ല പുലി പോലെ നടക്കുന്നു, ഇവിടെ വെള്ളം അടിക്കാത്തവന് ഫാറ്റി ലിവർ വരുന്നു. ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസിലേക്ക് പോകാൻ പറ്റും. അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. ഈ ടെസ്റ്റ് ചെയ്ത വെള്ളം അടിക്കാം എന്നാ പറയുന്നല്ലേ? എത്ര അടിക്കാന്ന് കൂടെ അറിയാം പോരെ. ഐ ആം നോട്ട് ലിവിങ് ദ ലൈഫ് ഐ ഡിസേർവ്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാറുള്ള ചോദ്യം, ഹൂ ടോൾഡ് യു ദാറ്റ് യു ഡിസേർവ് ബെറ്റർ? ആരാണ് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെ പറയുന്നതല്ലേ. യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു ഡിസേർവ്, യു ഗെറ്റ് വാട്ട് യു ആർ. സിനിമാ രംഗത്തുള്ള പലരും പറയാറുള്ള ഗോഡ് ഫാദർ ഇല്ല ഒന്നും ഈ ഫീൽഡിൽ രക്ഷപ്പെടില്ല. ഗോഡ് ഫാദർ ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ട പല ആൾക്കാരും ഇവിടെ നിൽപ്പുണ്ട്, അവരൊന്നും ഒരു കാണൂല, കാരണം അവരുടെ ബ്രെയിൻ ആ എവിഡൻസ് കാണിച്ചു കൊടുക്കുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു ചെറിയ പണിയല്ല. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ ചിന്തകളുടെ ഫ്രീക്വൻസി ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർ ശ്രദ്ധിച്ചറിയാം, അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ എന്ത് ക്രൈസിസ് ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെ അതിനേക്കാളും ഫ്ലറിഷ് ചെയ്ത് കഴിയും. വേറെ ചില ആൾക്കാർ എല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഒരൊറ്റ വീഴ്ച മതി, പണിയെല്ലാം തീരും. നമ്മൾ ഹാർഡ് വർക്കിനെ കുറിച്ചും വിഷനെ കുറിച്ചും മിഷനെ കുറിച്ചും ട്രെയിനിങ്ങുകളിലൊക്കെ സംസാരിക്കുന്നെങ്കിലും വളരെ പ്രശസ്തരായിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ആൾക്കാരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ആൻസർ ഇതൊന്നും അല്ല.